ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ ദൈവവചനത്തെ ധ്യാനിപ്പാൻ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ, അത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുവാൻ സ്വർഗം എന്നെ നിയോഗിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തോത്രവും സ്തുതിയും കരയറ്റുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക്, ദൈവത്തിൻ്റെ കരുതലിന്, ദൈവത്തിൻ്റെ കരുണയ്ക്ക്, ദൈവത്തിൻ്റെ നടത്തിപ്പിന്, എണ്ണി പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത സകല നന്മകൾക്ക്, എല്ലാറ്റിനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 23-ാം വാക്യം. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. പരിചിതമായ വേദവാക്യമാണ്. അന്ത്യോക്യയിൽ ആത്മീക ഉണർവിന് തുടക്കം കുറിക്കുന്നു. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവ ഹേതുവായി ചിതറിപ്പോയവർ അന്ത്യോക്യയിലും എത്തിച്ചേർന്നു. അവിടെ പാർത്ത് ഒരുമിച്ച് കൂട്ടായ്മയും പ്രാർത്ഥനയുമായിട്ട് പോകുമ്പോൾ കണ്ടവരോടൊക്കെ അവർ സുവിശേഷം പറയാൻ തുടങ്ങി, സുവിശേഷം വ്യാപിപ്പിക്കാൻ തുടങ്ങി. ആ ഒരു പശ്ചാത്തലത്തിൽ അന്ത്യോക്യയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. ആ ദൈവപ്രവൃത്തികളുടെ വെളിച്ചത്തിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആളുകളിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ യെരുശലേമിലെ സഭാകേന്ദ്രത്തിൽ ഈ വാർത്തയെത്തി. അന്ത്യോക്യയിൽ എന്തൊക്കെയോ ആത്മീകമായി സംഭവിക്കുന്നു. എന്താണെന്നറിയാൻ ബർന്നബാസ് എന്ന യെരുശലേമിലെ ടീം അംഗത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയക്കുകയാണ്. അന്ത്യോക്യയിൽ എന്താണ് സംഭവിക്കുന്നത്, അന്ത്യോക്യയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി ബർന്നബാസ് എത്തിച്ചേർന്നിരിക്കുന്നു. അന്ത്യോക്യയിലെത്തിയ ബർന്നബാസ് ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം കണ്ടത് സെറ്റപ്പുകളും ക്രമീകരണങ്ങളും ഒന്നുമല്ല, ആൾക്കൂട്ടമല്ല, സമ്പന്നന്മാരും അധികായന്മാരുമായിരിക്കുന്ന ആളുകളെല്ലാം കർത്താവിനെ ആരാധിക്കുന്നതൊന്നുമല്ല. അദ്ദേഹം കണ്ടത് ദൈവകൃപയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ, ആരാധിക്കാൻ വരുന്നവരുടെ ഇടയിൽ, പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കകത്ത് ആത്മക്കണ്ണുള്ള ഈ മനുഷ്യൻ ആളുകളെ കാണുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കൃപ കണ്ടു. ദൈവത്തിൻ്റെ കൃപ കണ്ട കർത്തൃദാസൻ. ഞാൻ ഈ ഭാഗം ഇന്ന് വായിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെ വളരെ ആഴമായി ശ്രദ്ധിച്ചു. ദൈവകൃപ കണ്ട ഈ കർത്തൃദാസൻ തിടുക്കം കൂട്ടുന്നത് എന്തോ വലിയ ആക്രാന്തത്തോടെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ വളരെ ദ്രുതഗതിയിൽ ചില കാര്യങ്ങളുടെ വട്ടം കൂട്ടുന്നത് ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ടു. അതാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. നോക്കൂ, ഈ കൊച്ചു കൂട്ടായ്മയ്ക്കകത്തേക്ക് ബർന്നബാസ് വന്നാറേ ആ കൂട്ടായ്മയ്ക്കകത്ത് ദൈവകൃപ കണ്ടു. എങ്ങനെയാണെന്ന് എനിക്ക് വിസ്തരിപ്പാൻ അറിയില്ല. എന്താണെങ്കിലും ആത്മീകനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവാത്മാവുള്ളൊരു കർത്തൃദാസൻ ഒരു കൂട്ടായ്മയെ ചെല്ലുമ്പോൾ അവിടുത്തെ ആത്മീക നിലവാരം, അവിടുത്തെ ആളുകൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ, അവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ആഴം, അവിടുത്തെ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല്, അവരുടെ വിശുദ്ധിയുടെ ആ പരമകാഷ്ഠ, ഇതെന്താണോ ഇതെല്ലാം ഒരു ആത്മീകനായ ദൈവദാസന് ഒരു വിസിറ്റിംഗ് പാസ്റ്ററായിട്ടോ ശുശ്രൂഷകനായിട്ടോ ചെന്നാലും അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയും. നമ്മുടെയൊക്കെ കൂട്ടായ്മയിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെയൊക്കെ അടുക്കൽ കൃപയുള്ളൊരാൾ വന്നാൽ നമ്മളിൽ എന്തുണ്ടെന്ന് കാണാൻ പറ്റും. നിശ്ചയമായും നമുക്ക് എത്രത്തോളം ദൈവകൃപയുണ്ട്, നമ്മളെത്രത്തോളം വിശ്വാസമുണ്ട്, നമ്മളെത്രത്തോളം ദൈവവചനത്തിൽ ആഴമായി അടിയുറച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ കൊണ്ടൊരു പരീക്ഷാ ഹോളിൽ ഇരുത്തി 2 മണിക്കൂർ പരീക്ഷ എഴുതിക്കണ്ട, നമ്മളെ കൊണ്ടുപോയി സ്കാൻ ചെയ്യണ്ട. ആത്മവരമുള്ളവർക്ക്, ആത്മീകമറിയാവുന്നവർക്ക് നമ്മളുമായിട്ടൊരല്പസമയം സമ്പർക്കം പുലർത്തിയാൽ മതി. നമ്മളിൽ എന്താണ് മുഴച്ചു നിൽക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാകും.
ബർണ്ണബാസിന് ആ വരമുണ്ടായിരുന്നു. വന്നപ്പോൾ അദ്ദേഹം കണ്ടു ദൈവകൃപ. ദൈവകൃപ കിട്ടിയ ഒരു കൊച്ചു കൂട്ടമാണ് ഈ കൂട്ടമെന്ന് മനസ്സിലാക്കിയ ബർണ്ണബാസ് അവരോട് പെട്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിനോട് ചേർന്ന് നിൽപ്പ്. വേറൊന്നും പറഞ്ഞില്ല. ദൈവകൃപ കിട്ടിയവരോട് ബർണ്ണബാസിന് ഒന്നേ പറയാനുള്ളൂ: കർത്താവിനോട് ചേർന്ന് നിൽക്ക്. ഞാൻ നിങ്ങളോടും പറയുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മഹാദൈവത്തിൻ്റെ കൃപ കിട്ടിയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടായിക്കോട്ടെ, ഇന്ന് നിങ്ങൾ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടാകട്ടെ, നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സ്ഥിതിയിലല്ലായിരിക്കാം. ഇതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ എൻ്റെ ചോദ്യം, അങ്ങേക്ക് ദൈവകൃപ കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടോ? മോളെ, മോനെ എന്ന് വിളിച്ചാൻ പറയാം. പരീക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. ടെസ്റ്റുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, പലവട്ടം പരീക്ഷ എഴുതിയിട്ടും പിടിച്ചു കയറാൻ പറ്റാത്ത പരിസ്ഥിതികൾ, എവിടെയൊക്കെയോ വഴി തെറ്റുന്നത് പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ, ചങ്കിടിപ്പ് കൂടുന്നത് പോലെ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രശ്നങ്ങളെ നിങ്ങൾ ഇച്ചിരി നേരത്തേക്ക് വിട്. നിങ്ങളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പാസ്റ്ററെ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിനകത്തൊക്കെ കണ്ടേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിനകത്ത് പനി വരുമ്പോൾ ചൂടുണ്ടാകുന്നത് പോലെയോ, മറ്റേതെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ മുഖം വീർക്കുന്നത് പോലെയോ, കണ്ണ് ചുമക്കുന്നത് പോലെയോ, മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കുന്നത് പോലെയോ, ദൈവകൃപ വരുമ്പോൾ ഇങ്ങനെ പുറമേ ലക്ഷണങ്ങളൊന്നും ശരീരത്തിൽ കാണിക്കുകയല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, നമുക്കറിയാൻ പറ്റും എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ഫേവർ, ആദ്യം ലഭിക്കുന്നത് കൃപയായിട്ടായിരിക്കും. ആ കൃപ കിട്ടിയാൽ നമുക്ക് മരിക്കാൻ തോന്നില്ല. ആ കൃപ കിട്ടിയാൽ നമുക്ക് പ്രോത്സാഹനം ഉണ്ടാകും. ആ കൃപ കിട്ടിയാൽ നമ്മുടെ അകത്തിരുന്ന് ആരോ പറയും, നീ ജയിക്കും, നീ തളരില്ല, നിനക്കൊരു വഴിയുണ്ടാവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവകൃപ കിട്ടിയിട്ടുണ്ടോ? ആ കാര്യം നിങ്ങൾ പറ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയം, നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിഷയം, നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, മാർച്ച് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളാണെന്നറിയാം. ഞാൻ ചോദിക്കുന്നു, പ്രശ്നം തീർന്നില്ല. 31-ാം തീയതിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് പ്രാർത്ഥനയോടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഉപവാസങ്ങൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ ഉപവാസത്തിനും പ്രാർത്ഥനയിലൊക്കെ ഇരുന്നിട്ടും പ്രത്യക്ഷ ലക്ഷണങ്ങളൊന്നും കാണായി വന്നില്ല. എങ്കിലും എൻ്റെ ചോദ്യം, ദൈവകൃപ കിട്ടിയെന്നൊരു ബോധ്യമുണ്ടോ? അതെയോ വെറും ഉണങ്ങിയ വൃക്ഷമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഈ വചനമൊക്കെ കേൾക്കാൻ കിട്ടിയത് തന്നെ ഒരു ദൈവകൃപയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ദൈവകൃപ കിട്ടിയാൽ കാര്യമപ്പോൾ നടക്കുമെന്ന് കൈനോട്ടക്കാരൻ്റെ അടുക്ക് പോയി ചോദിക്കുന്ന പോലെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ എന്താ എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് മുഖപക്ഷമില്ലാതെ മറുപടി പറയാം. ഈ വാക്യത്തിൽ ബർണ്ണബാസ് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ദൈവകൃപ കിട്ടി, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കുറേയും കൂടി കർത്താവിനോട് ചേർന്ന് നിൽക്ക്. കർത്താവിനോട് ചേർന്ന് നിൽക്ക്. എന്തോ സംഭവിക്കാൻ പോവുകയാണ്. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ ധ്വനി, എന്താണ്? ദൈവകൃപ കിട്ടിയത് കൊണ്ട് ഇനി എന്തോ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകാൻ പോകുകയാണ്. എന്തോ ഒരു ഫാസ്റ്റായി എന്തോ സംഭവിക്കാൻ പോകുകയാണ്. നിൻ്റെ വീട്ടിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ സാമ്പത്തിക മേഖലയിൽ, നിൻ്റെ തലമുറയിൽ, നിൻ്റെ ഫാക്ടറിയിൽ. എനിക്കറിയില്ല. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിരിക്കുന്നൊരു ദൈവത്തിൻ്റെ കൃപ ഏതോ വിഷയങ്ങളിൽ ഞരങ്ങുമ്പോഴാണ്, കരയുമ്പോഴാണ് ഈ കൃപയൊക്കെ കിട്ടുന്നത് കേട്ടോ. മരുഭൂമിയുടെ അവസ്ഥയിൽ, ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ നടുവിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നത്. സന്തോഷവേളയിലായിരിക്കില്ല, ഉരുകുന്ന വേളയിലായിരിക്കും. എന്താണെങ്കിലും ദൈവത്തിൻ്റെ കൃപ കിട്ടിയ അവരോട് ഞാൻ പറയാം, എന്തോ സംഭവിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ബർണ്ണബാസ് പറഞ്ഞു, അകലല്ലേ, കർത്താവിൽ നിന്ന് അകലല്ലേ, യോഗം മുടക്കല്ലേ, പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കല്ലേ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ പിന്നെ പായം ചുരുട്ടി വെച്ചിട്ട് ഓടല്ലേ, കർത്താവിനോട് അടുത്ത് നിൽക്ക്. എന്തോ സംഭവിക്കാൻ പോകുകയാണ്. എന്നിട്ട് ഈ ബർണ്ണബാസ് എന്ത് ചെയ്യുന്നറിയാമോ? ഇവരോട് കർത്താവിനോട് അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ശൗലിനെ തിരയുവാൻ തർസോസിലേക്ക് പോയി, അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതെന്താ? യെരുശലേം സഭക്കാർ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞൊരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അയച്ചതാ ബർണ്ണബാസിനെ.
പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. ദൈവകൃപ കണ്ടു. ഇവരോട് ദൈവത്തോട് കർത്താവിനോട് അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ നേരെ ശൗലിനെ തപ്പിപ്പോയി, നമ്മുടെ പൗലോസിനെ. എന്താ കാര്യം? ഇവിടെ എന്തോ നടക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തന്നെയല്ല, പൗലോസും കൂടി വരണം. പൗലോസ് അസാധാരണ കൃപ പ്രാപിച്ച് ശുശ്രൂഷ പ്രാപിച്ച് കർത്താവിനെ കണ്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ല രാഗി മിനുക്കി വെച്ചിരിക്കുന്ന ആയുധമാണ്. ബർണ്ണബാസിന് അതറിയാം. അദ്ദേഹം പോയി തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നു. അവർ രണ്ടുപേരും കൂടി ചില നാളുകൾ അന്ത്യോക്യ സഭയ്ക്ക് വേണ്ടി ശരിക്കും ശുശ്രൂഷിച്ചു. ആ സഭ ഉയർന്നു. ഇന്നും പ്രസിദ്ധമാണ് ആ നാമം, ഇന്നും ശക്തമാണ്. നിങ്ങൾക്കറിയാലോ, ക്രിസ്ത്യാനികളെന്ന് ക്രിസ്തു ശിഷ്യന്മാർക്ക് പേര് സമ്പാദിച്ചത് ഈ സഭയാണ്. ഇന്നും ആ പേര് കാലത്തിന് മായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയരെ, ദൈവകൃപ നിങ്ങൾക്ക് തന്നാൽ അതിൻ്റെ പുറകിൽ ഒരു പ്രസക്തിയും പേരുമുണ്ട്. ദൈവം അത് കൊണ്ടുവരും. ലോകക്കാരെ കൊണ്ട് പറയിപ്പിച്ചോളും. പക്ഷെ കൃപ കിട്ടിയ നിങ്ങൾ ഒരു തരം കളിയിൽ അകപ്പെടരുത്, ഒരു തരം അലസതയിൽ അകപ്പെടരുത്, ഒരു ചടങ്ങിൽ കെട്ടുപോകരുത്. കൃപ കിട്ടിയ നിങ്ങൾ കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുക്കണം. നിങ്ങൾക്ക് ദൈവിക ശുശ്രൂഷ ആവശ്യമാണ്, ആത്മീകത ആവശ്യമാണ്, പരിശുദ്ധാത്മ സാന്നിധ്യം ആവശ്യമാണ്, കർത്തൃദാസന്മാരുടെ ശുശ്രൂഷ ആവശ്യമാണ്. ഒറ്റയാൻ കളിക്കരുത്. അല്ലെങ്കിൽ പിന്നെ ശൗലിനെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. ബർണ്ണബാസ് ഒറ്റയ്ക്ക് നിന്ന് നമുക്കെല്ലാവരും കൂടി പാ മേടിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഒരു തമ്പേറും കിലുക്കനും കൂടി മേടിച്ചോ, ഒരു ഓളം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അല്ല, കൃപ കിട്ടിയവരിൽ എന്തോ സംഭവിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ മാസാവസാന ദിവസങ്ങളിൽ, ഈ ദുഃഖവെള്ളിയാഴ്ച, പരിശുദ്ധാത്മ നിയോഗത്തോടെ നിങ്ങൾ ചിലരോട് പറയുന്നു, നിങ്ങൾക്ക് കൃപ ലഭിച്ച മനുഷ്യനാണ്, നിങ്ങൾക്ക് കൃപ ലഭിച്ച കൂട്ടായ്മയാണ്. നിങ്ങളവിടെ നിൽക്കുന്നതെന്നറിയാമോ? നിങ്ങൾ നിൽക്കുന്ന പുൾപ്പിറ്റ് ഒരു ചെറിയ പുൾപ്പിറ്റല്ല. നിങ്ങൾ നോക്കിക്കൊണ്ട് പറയുന്നു, അസാധാരണ കൃപ ലഭിച്ചവരുടെ ഇടയിലാണ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. നിങ്ങളതിനെ ഊതിക്കെടുത്തരുത്. പറ്റുമെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഊതി ഊതി കത്തിച്ച് ആ കൃപയുടെ ജ്വലനം ലോകവ്യാപകമായി സംഭവിക്കാൻ പോകുന്ന അസാധാരണ വിഷയങ്ങളെ തൊട്ടുണർത്താൻ നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ കൂട്ടായ്മയിലേക്ക് ആ ദൂതുകൾ വരട്ടെ. തൊട്ട് താഴത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നു, അഗബോസ് എന്ന പ്രവാചകൻ വന്നു, ലോകത്തിൽ സംഭവിക്കാനുള്ളത് അവിടെ വെളിപ്പെട്ടു. പ്രിയരെ, കൃപ ലഭിച്ചാലൊരു തുടക്കമാണ്. കളയി കുളിക്കരുത് കേട്ടോ. പ്രാർത്ഥിച്ചോളണം, കളഞ്ഞു കുളിക്കരുത്. അടുത്തു നിന്നോളണം, ശുശ്രൂഷ അനുഭവിച്ചോളണം. ദൈവദാസന്മാരുടെ പരിചരണവും ദൈവത്തിൻ്റെ കൃപയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ബർണ്ണബാസ് ശൗലിനെ തരയാൻ പോവില്ലല്ലോ. അവർ രണ്ടുപേരും കൂടി ശുശ്രൂഷിച്ചു, ഉണർന്നു, ഉപവാസം വെച്ചു, ഭയങ്കര ദൈവപ്രവർത്തികൾ ആരംഭിച്ചു. ഒതുങ്ങരുത്, വളരണം. കൃപ ലഭിച്ചവരാണ് നിങ്ങളെന്ന് തീരുമാനിക്കണം. ഇത് കഴിയുമ്പോൾ എന്തായിരിക്കണം? പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൃപ ലഭിച്ച മനുഷ്യൻ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാനാണ്. അതൊരു തുടക്കമാണ്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയാണ്. അത് തിരിച്ചറിയാനുള്ള മഹാകൃപ ദൈവമക്കൾക്ക് ലഭിക്കണേ. കൃപ ലഭിച്ചവരെല്ലാം അടുത്ത ലെവലിലേക്ക് കയറണേ. അവർ കർത്താവിനോട് പറ്റി നിൽക്കണേ. അവർക്ക് അഭിഷിക്തന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കാൻ പറ്റണേ. അതൊരു ഉയർച്ചയാകണേ, വളർച്ചയാകണേ, എല്ലാറ്റിനും മീതെ വരണേ. അങ്ങനെ ദൈവം ചെയ്യും. കൃപ ലഭിച്ചവർ ധൈര്യപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.